വിചിത്ര നിയമങ്ങൾക്ക് പേരുകേട്ട നാടാണ് ഉത്തര കൊറിയ. അത്തരത്തിൽ നിരവധി നിയമങ്ങൾ ഇന്നും ഉത്തര കൊറിയ പിന്തുടരുന്നുമുണ്ട്. കിം ജോങ് ഉൻ എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിലാണ് ഇത്തരം വിചിത്രമായ നിയമങ്ങൾ പ്രധാനമായും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. മുടി വെട്ടുന്നതിന് കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് എത്ര പേർക്കറിയാം? കിം ജോങ് ഉന്നിന്റെ ഹെയർ കട്ട് രാജ്യത്ത് മറ്റൊരാളും പിന്തുടരരുത് എന്നതാണ് അക്കൂട്ടത്തിൽ ഒന്ന്. അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ മുടി വെട്ടാമെന്നതിനും പ്രത്യേക സർക്കാർ നിർദ്ദേശങ്ങളുമുണ്ട്. ഈ ഗണത്തിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തിയ നിയമമാണ് രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകൾ നിരോധിച്ചുകൊണ്ടുള്ള കിം ജോങ് ഉന്നിന്റെ ഉത്തരവ്. ഈ നിരോധനത്തിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക് മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും മുതലാളിത്തത്തെ നഖശിഖാന്തം എതിർക്കുമെന്ന് എക്കാലത്തും അവകാശപ്പെടുന്നവരാണ് ഉത്തര കൊറിയക്കാർ. ഇതാദ്യമായല്ല ഇത്തരമൊരു വിചിത്ര നിയമം അവർ കൊണ്ടുവരുന്നത്. നേരത്തെ നീലയോ സ്കിന്നി ജീൻസുകളും കനത്ത മേക്കപ്പുകളും രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് കിം ജോങ് ഉൻ ഉത്തരവിറക്കിയിരുന്നു. കിം ജോങ് ഉന്നിന്റെ ഇത്തരം വിചിത്രമായ നിയമങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ മരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാശ്ചാത്യ ജീവിത ശൈലിയിലേക്ക് സ്വന്തം രാജ്യത്തെ ജനതയുടെ ശ്രദ്ധ തിരിയാതിരിക്കുവാൻ വളരെ ഉപരിപ്ലവമായിട്ടുള്ള നിയമങ്ങളാണ് കിം എപ്പോഴും സ്വീകരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവുകളിൽ നിന്നും വ്യക്തമാണ്. ഉത്തര കൊറിയൻ നിയമങ്ങൾ പ്രത്യയശാസ്ത്രപരം എന്നതിനേക്കാൾ തികച്ചും വ്യക്തിപരമാണ് എന്നതാണ് സത്യം. നിയമത്തെ എതിർക്കുന്നവർക്ക് പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ ലഭിക്കുകയോ ചെയ്യാവുന്ന കുറ്റമാണ്. കിം ജോങ് ഉന്നിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർ പരമോന്നത നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായി രാജ്യത്ത് കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണത്. ജനങ്ങളുടെ ഫാഷൻ രീതികൾ കണ്ടെത്താനായി മാത്രം ഗ്യൂഷാൾഡെ എന്ന് വിളിക്കുന്ന ഫാഷൻ പോലീസ് വരെ രാജ്യത്തുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മേക്കപ്പ്, ജീൻസ്, ഫ്രഞ്ച് കോട്ടുകൾ, നിറങ്ങൾ, ഹെയർ സ്റ്റൈൽ എന്നിവയ്ക്കെല്ലാം തന്നെ രാജ്യത്ത് ഓരോരോ നിയമങ്ങളുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശിച്ച വസ്ത്രങ്ങളും സൗന്ദര്യ വസ്തുക്കളും മാത്രമേ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നതും എടുത്തു പറയേണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫാഷൻ ഫോളോ ചെയ്യണമെങ്കിൽ പോലും അത് നിയമങ്ങൾക്കനുസൃതമായി മാത്രമായിരിക്കണം അത്രേ, അല്ലെങ്കിൽ തല പോകുമെന്ന് സാരം.